പുതിയ വീടിൻ്റെ മീറ്റർ ബോക്സ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ദിൽടെക് എന്ന കമ്പനിയുടെ മീറ്റർ ബോക്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പഴയ മോഡലിൽ നിന്ന് വെച്ച് വളരെ സേഫായതും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള മീറ്റർ ബോക്സാണ് കേട്ടോ ഇത്. 10,000 എബോവ് നമുക്കിതിന് റേറ്റ് വരുന്നുണ്ട്. അതേപോലെ 3 കട്ടൗട്ട് ഫ്യൂസ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. L&T എന്ന ഒരു കമ്പനിയുടെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. FN63 ആണ് വരുന്നത് കേട്ടോ മോഡൽ. അതേപോലെ ഇത് സ്വിച്ച് ഡിസ്കണക്ടർ ഫ്യൂസാണ്, എന്ന് വെച്ചാൽ ഡിസ്കണക്ടർ വിത്ത് ഫ്യൂസ് അതാണ്. അപ്പോൾ ഇത് സേഫാണ്, റോബസ്റ്റാണ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട്. അതേപോലെ ഇതിനകത്ത് സ്വിച്ച് ഡിസ്കണക്ടർ എന്ന് പറയുന്നത് നമ്മൾ പഴയതെന്ന് പറഞ്ഞാൽ ലിവർ വലിച്ചിട്ടാണ് നമ്മൾ ഓഫാക്കേണ്ടി വരുന്ന സമയത്ത് ചെയ്യുന്നത്. ഇത് നമുക്ക് കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്വിച്ച് ഡിസ്കണക്ടർ വരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സോൾഡർ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് കേട്ടോ, ബ്രാസിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ സേഫാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ മീറ്റർ ബോക്സ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം 2-3 കല്ല് അവിടുന്ന് മാറ്റിയിട്ട് അവിടെ ഒരു ഹോൾസ് വെച്ചിട്ട് അതിനകത്ത് ഫിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് ബാക്കി അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അത് എല്ലാം ഫിറ്റ് ചെയ്യുന്നില്ല, പിന്നീട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ എർത്ത് ലൈനോടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് കൂടെ പുറത്തോട്ട് തള്ളിയിട്ടാണ്, കാരണം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല, ചെയ്യുന്നതിന് മുമ്പായതുകൊണ്ട് കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്ററിങ് കൂടെ വരുന്ന സമയത്ത് അത് കറക്റ്റ് ആയിക്കോളും അവിടെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലോക്കും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് പോർഷൻ കണ്ടോ, അവിടെയാണ് മീറ്റർ ബോക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലില്ല എങ്കിലും ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നതെങ്കിലും KSEBന്ന് റീഡിങ് എടുക്കാൻ ആൾ വരുന്ന സമയത്ത് ആ ഗ്ലാസ്സിലൂടെ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് അവർക്ക് റീഡിങ് എടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ നമ്മൾ ആൾ വേണമെന്നോ അല്ലെങ്കിൽ ലോക്ക് തുറന്നു കൊടുക്കണമെന്നോ ഇല്ല, അതവിടെ സേഫായിട്ട് എന്നും ലോക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ പുതിയ വീഡിയോ വയ്ക്കുന്ന ആർക്കെങ്കിലും വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.